കേരള മോഡലിൽ സംസ്ഥാനത്തെ ക്ലാസ് റൂമുകൾ സ്മാർട്ടാക്കാൻ ബംഗാൾ സർക്കാർ 80,000 സ്കൂളുകൾ ഹൈടെക് ആക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. കേരളത്തിന്റേത് മികച്ച മാതൃകയാണെന്നും കേന്ദ്ര സഹായം ലഭിച്ചാൽ ഉടൻ പദ്ധതി പ്രാവർത്തികമാക്കുമെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. YS അഭിനന്ദാണ് വിശദാംശങ്ങളുമായി ചേരുന്ന. അഭിനന്ദ, വീണ്ടും മാതൃകയാവുകയാണ് കേരളം. എങ്ങനെയാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്? കീർത്തന, തീർച്ചയായും വീണ്ടും മാതൃകയാകാണ്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സ്കൂളുകളൊക്കെ സ്മാർട്ട് ആക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നതിന് പിന്നാലെ 2021 സർക്കാരും അത് ഏറ്റെടുക്കുന്നു. ഇങ്ങോട്ടേക്ക് എല്ലാ സ്കൂളുകളും സ്മാർട്ട് ആക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. നമുക്കറിയാം, എല്ലാ ക്ലാസ് മുറികളും ഇപ്പോൾ സ്മാർട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് വിദ്യാർത്ഥികൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതേ മാതൃക ബംഗാളിൽ നടപ്പിലാക്കാനുള്ള തീരുമാനം ഇപ്പോൾ BJPയുടെ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി അധികാരമേറ്റതിനു ശേഷം സ്കൂളുകൾ സ്മാർട്ടാക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നു. ഒരു DPR തയ്യാറാക്കാനായിട്ട് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുന്നു. വകുപ്പ് സെക്രട്ടറി DPR സമർപ്പിച്ചപ്പോൾ കേരളത്തിലേത് മികച്ച മാതൃകയാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ സ്കൂളുകളെല്ലാം സ്മാർട്ടായിട്ട് തന്നെയാണുള്ളത്. വിദ്യാർത്ഥികളൊക്കെ വളരെ മനോഹരമായി ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതേ മോഡൽ തന്നെ ബംഗാളിൽ നടപ്പിലാക്കിയാൽ മികച്ചതാകും എന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു DPR വയ്ക്കുന്നു. ആ DPR ഇപ്പോൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അംഗീകരിച്ചിരിക്കുകയാണ്. 80,000-ഓളം സ്കൂളുകളിൽ സ്മാർട്ടാക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അവിടെ സർക്കാർ സ്കൂളുകളുണ്ട്. സർക്കാർ സ്കൂളുകൾ അടുത്ത അധ്യയന വർഷം മുതൽ ഡിജിറ്റൽ സമ്പ്രദായത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴുള്ള എല്ലാ സൗകര്യങ്ങളും എന്തൊക്കെയാണെന്ന് അധ്യാപകർ പഠിച്ചതിന് ശേഷം പ്രിൻസിപ്പൽമാർക്ക് അതിന്റെ പഠന റിപ്പോർട്ട് നൽകണം. പിന്നീട് അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറണം. അങ്ങനെ സർക്കാരിന് മുന്നിലേക്ക് എത്തും. സർക്കാർ അത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് കൂടുതൽ ഫണ്ടുകൾ സംസ്ഥാനത്തേക്ക് എത്തിച്ച് പദ്ധതി അടുത്ത വർഷത്തോടുകൂടി പ്രാവർത്തികമാക്കാൻ പോകുന്നു. അങ്ങനെ കേരളം വീണ്ടും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ മാതൃകയാകുന്നു. തലയുയർത്തി പിടിക്കത്തക്ക രീതിയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കൈവരിച്ചിട്ടുള്ള പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു. BJP ഭരിക്കുന്ന സർക്കാർ പോലും കേരളത്തിന്റെ മാതൃക അത് ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കീർത്തനം, ശരി, അത് തന്നെയാണ്. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.